എല്ലാവർക്കും സലു കിച്ചണിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് ജോലിയൊക്കെ കഴിഞ്ഞ ശേഷം എനിക്ക് കുറച്ച് ടൈം കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാമെന്ന്. നിങ്ങൾക്ക് മാത്രമല്ല കേട്ടോ, എനിക്കും ഉപകാരപ്പെടുന്ന കാര്യം തന്നെയാണ്. അപ്പം ഞാൻ 1 കിലോ കടല എടുത്തിട്ടുണ്ട്. അപ്പം ഇത് നന്നായിട്ട് ഒന്ന് കഴുകി എടുത്തിട്ട് വരാം. അപ്പം നമുക്ക് ഈ ചില ദിവസങ്ങളിൽ ഭയങ്കര തിരക്കായിരിക്കുമല്ലോ. അപ്പം ആ തിരക്കിൻ്റെ ഉള്ള സമയങ്ങളിൽ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്തു വെക്കുമ്പം ഭയങ്കര ഉപകാരമാണ് കേട്ടോ. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ഈ ജോലിക്കൊക്കെ പോകുന്നവർക്കാവുമ്പോഴേക്കും നിങ്ങൾ ഈ ഒരു രീതിയിലൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആവും എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം ഞാൻ പല വീഡിയോസിലും പല കാര്യങ്ങൾ കാണിക്കുമ്പം നിങ്ങളൊക്കെ ചിലർ സ്കിപ്പ് ചെയ്ത് കാണും കേട്ടോ. എന്നിട്ട് ചില ചോദ്യങ്ങൾ ചോദിക്കുക. അപ്പം ഞാൻ അവർക്ക് മറുപടി കൊടുക്കണമെന്ന് വെച്ചാൽ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്തോ എന്ന് ചോദിച്ചിട്ടാണ് ചോദിക്കുന്നത്. അപ്പം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കണ്ടാൽ മാത്രമല്ലേ ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് എന്താണെന്നുള്ള കാര്യത്തിനൊരു വ്യക്തത ഉണ്ടാവത്തുള്ളൂ. ഇപ്പം മക്കളൊക്കെ സ്കൂളിൽ പോകുന്ന ടൈമാണെങ്കിലും അതല്ലെങ്കിൽ ഇപ്പോൾ ഹസ്ബൻഡ് ചിലപ്പോൾ ഓഫീസിൽ പോകുന്നുണ്ടാവും, നിങ്ങൾ ചിലപ്പം ജോലിക്ക് പോകുന്നവരായിരിക്കും, അതല്ലെങ്കിൽ ഇപ്പം ഒരുപാട് മെമ്പേഴ്സൊക്കെ ഉള്ളവർക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ ഇതൊക്കെ. അപ്പം നമ്മൾ കടല ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് കഴുകിയെടുക്കണം. ഇപ്പോഴത്തെ കടലകളിൽ ചില ബ്രാൻഡൊക്കെ നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ കല്ലോ മണ്ണോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല, എങ്കിലും നല്ലതുപോലെ തന്നെ നമ്മൾ കഴുകിയെടുക്കണം. അപ്പോൾ കഴുകി ഇതുപോലെ എടുത്ത ശേഷം കുറച്ച് അധികം വെള്ളം ഒഴിച്ച് കുതിരാനായിട്ട് ഞാൻ മാറ്റി വെച്ചു. പിന്നെ കുറേ ദിവസമായില്ലേ ഇപ്പം നമ്മൾ പ്രഭാതം കാണിച്ചിട്ട്. അപ്പം ഇന്നത്തെ പ്രഭാതം ഇതാണ്. ഇപ്പം മഴയൊക്കെ ഇടയ്ക്കുള്ളത് കാരണം ഇങ്ങനെ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. അപ്പം രാവിലത്തെ ആ ചെറിയൊരു തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കഴിഞ്ഞ ശേഷം ഞാൻ നമ്മുടെ കടല ഇന്നലെ കുതിർത്തില്ലേ, അത് നല്ല കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പം ഇനിയിപ്പം നമുക്ക് ഈ കടലയൊന്ന് വേവിച്ചെടുക്കണം. അപ്പം പ്രഷർ കുക്കറിൽ വേവിച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് കടല വെന്ത് കിട്ടും. അപ്പം ഞാനിത് കുക്കറിലേക്ക് ഇട്ടിട്ട് കുറച്ചധികം വെള്ളം വെച്ചിട്ടാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത്. അപ്പം ചിലർ എൻ്റെ അടുത്ത് ഞാനിങ്ങനെ കടല വേവിക്കുന്ന കാണിക്കുമ്പോഴേക്ക് പറയും, കടല വേവിക്കുന്ന വെള്ളം ഉപയോഗിക്കാറില്ലേന്ന്. ചില സമയം ഉപയോഗിക്കും, ചില സമയം ഉപയോഗിക്കില്ല. എന്നിട്ട് നമുക്ക് ഇതിൽ പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട ശേഷം കുക്കർ മൂടി വെയിറ്റ് ഇട്ടിട്ട് ഒരു 5-6 വിസിൽ വരെ ഇതൊന്ന് വേവിച്ചെടുക്കും. കടലയ്ക്ക്, അതായത് കറുത്ത കടലയ്ക്ക് കുറച്ചധികം വേഗമുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു 5-6 വിസിൽ കേട്ട് കഴിഞ്ഞാൽ മാത്രമേ അത് വെന്ത് കിട്ടത്തുള്ളൂ. അപ്പം നല്ലതുപോലെ വെന്ത് വന്നാലേ നമുക്ക് ആ കറക്റ്റ് രീതിയിൽ കിട്ടത്തുള്ളൂ. അപ്പം സ്റ്റീമൊക്കെ പോയ ശേഷം ഞാൻ കുക്കർ ഓപ്പൺ ചെയ്തു. കണ്ടോ, വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. കടല കറക്റ്റ് പരുവത്തിന് വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ ഈ എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് പിടിച്ചു നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും കടല വെന്തിട്ടുണ്ടെന്ന്. കണ്ടോ? അപ്പം ഇനി ഇതൊന്ന് നമുക്കൊന്ന് ഒരു സ്ട്രെയിനറിൽ വെച്ചിട്ട് ഞാൻ ഒന്ന് അരിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പം ഇതിൻ്റെ വെള്ളം നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഞാനിപ്പം ആ വെള്ളം ഒന്ന് മാറ്റി വെക്കാണ് കേട്ടോ. അപ്പം കറി എന്തെങ്കിലും ഉണ്ടാക്കുന്നതിൽ നമുക്കത് ചേർത്ത് കഴിഞ്ഞാലും നല്ല ഗുണം തന്നെയാണ്. നന്നായിട്ട് വാഷ് ചെയ്തിട്ട് എടുത്തതല്ലേ. പിന്നെ ഏത് ജോലിയാണെങ്കിലും നമ്മൾ ആദ്യം കുറച്ചൊരു മെനക്കേട് ചില ദിവസങ്ങളിൽ നമ്മൾ കുറച്ച് കൂടുതൽ ചെയ്യുമ്പോൾ ഉണ്ടാവുമെങ്കിലും മറ്റു ദിവസങ്ങളിൽ ഈ മെനക്കെട്ടതിനൊരു ഫലം നമുക്ക് കിട്ടും എന്നുള്ളതാണ് വാസ്തവം കേട്ടോ. അപ്പം നമുക്ക് എല്ലാം അങ്ങനെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റണം എന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ട് തന്നെയല്ലേ. അപ്പം നമ്മൾ ഇങ്ങനെയൊക്കെ കരുതലോടുകൂടി തയ്യാറാക്കിയൊക്കെ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു രാവിലെ എഴുന്നേറ്റിട്ട് വലിയൊരു ധൃതി കൂട്ടേണ്ട കാര്യമൊന്നുമില്ല. അപ്പം ഞാൻ കൊച്ചുള്ളി കുറച്ചധികം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇത്ര എടുക്കാനുള്ള കാരണം ഞാൻ പറയാം. പിന്നെ കുറച്ച് ഇഞ്ചിയും അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ തേങ്ങ ഞാനിവിടെ ഒരു 3 തേങ്ങ, ഒരു മീഡിയം സൈസിലെ ഒരു 3 തേങ്ങയാണ് ചിരകിയെടുത്തത് കേട്ടോ. അപ്പം ആ 3 തേങ്ങ വെച്ചിട്ടാണ് ഇതിപ്പം റെഡിയാക്കണത്. എന്നിട്ട് ഇതൊന്ന് വറുത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം തീ കുറച്ച് വെച്ചിട്ട് വേണം നമ്മൾ ഇതൊന്ന് മൂപ്പിച്ചെടുക്കാനുള്ളത്. അപ്പം ഇത് തേങ്ങ മൂത്ത് വരുന്നതിന് മുൻപ് തന്നെ നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന കൊച്ചുള്ളി ഉണ്ടല്ലോ, ഒരു 10 കൊച്ചുള്ളി ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ഒരു മീഡിയം സൈസിലൊരു ഇഞ്ചിയുടെ പീസും എടുത്തിട്ടുണ്ട്. ഇഞ്ചിയൊക്കെ ഇടുമ്പോഴാണ് ഇതിന് ടേസ്റ്റ് ഉണ്ടാവുന്നത്. അതും കൂടി ഇട്ട ശേഷം നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് തന്നെ വറുത്ത് കൊടുക്കണം. അപ്പം നമ്മൾ തീ കൂട്ടി വെച്ചിട്ട് ഇത് പെട്ടെന്ന് ജോലി തീർക്കാൻ വേണ്ടി വറുത്തെടുത്താൽ അത്ര ടേസ്റ്റ് ഒന്നും ഉണ്ടാവത്തില്ല കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഞാൻ ഒരു കൈപ്പിടിന്ന് തന്നെ പറയാം കുരുമുളക് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഒരു അളവ് പറയുകയാണെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂണോളം വരും കേട്ടോ കുരുമുളക്. മുഴുവനെയുള്ള കുരുമുളകാണ്. അപ്പം നിങ്ങൾ എടുക്കണ തേങ്ങയുടേത് അനുസരിച്ചിരിക്കും. ചിലർ ചോദിക്കും ഇത് അധികമല്ലേന്ന്. അധികമൊന്നുമല്ല, കറക്റ്റ് തന്നെയാണ്. അതുപോലെ തന്നെയാണ് പെരിഞ്ജീരകം എടുക്കുന്നത്, അതായത് വലിയ ജീരകം.
ഓരോന്നിനും അതിൻ്റെതായ രീതിയിൽ നമ്മൾ തയ്യാറാക്കുമ്പോഴാണ് കറികൾക്കൊക്കെ നല്ല സ്വാദ് ഉണ്ടാവുന്നത്. അല്ലാതെ നമ്മളിപ്പോൾ കുക്ക് ചെയ്ത് കാണിക്കുമ്പോഴേക്ക് അത് അധികമല്ലേ, അത് കുറവല്ലേ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നതിനേക്കാളും നമ്മൾ അത് ട്രൈ ചെയ്ത് നോക്കിയ ശേഷം അഭിപ്രായം പറയുന്നതല്ലേ ഉത്തമം. പിന്നെ ഇതാ കുറച്ചധികം കറിവേപ്പിലയും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത ശേഷം ഇത് ഞാൻ ആ ഫ്ലെയിം കൂട്ടിയിട്ടൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ വറുത്തെടുക്കാൻ കുറച്ച് ടൈം എടുക്കും, കാരണം നമ്മൾ തീ കുറച്ച് വെച്ചിട്ടാണ് ഇത് വറുത്തെടുക്കുന്നത്. അപ്പോൾ കരിവേപ്പിലയൊക്കെ ചേർത്തിട്ട് നമ്മളിത് റെഡിയാക്കി എടുക്കുമ്പോൾ നല്ല മണമാണ് കേട്ടോ. പിന്നെ നമ്മൾ പണ്ടൊക്കെ ആണെങ്കിൽ ഞങ്ങൾ ഗൾഫിലൊക്കെ പോകുന്ന സമയത്ത് ഇതുപോലെ വറുത്തുമ്മ തരുമായിരുന്നു. അത് ഇതുപോലെയല്ല കേട്ടോ, കുറച്ച് കൂടുതലായിട്ട് ഇതുപോലെയൊക്കെ വറുത്ത് ഞാൻ കൊണ്ടുപോയിരുന്നു. ആ സമയത്ത് നമുക്ക് നല്ല യൂസ്ഫുൾ ആണ് ഇത് ഉപയോഗിക്കാൻ. ഇതിലേക്ക് ഇനി 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒരു 3.5 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂണ് പെരിഞ്ജീരകം വറുത്ത് പൊടിച്ചതാണ് ഇട്ടിരിക്കുന്നത്. 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കേട്ടോ. ഇത്രയും ചേർത്ത ശേഷം നമുക്ക് ഇതൊന്ന് ഇതുപോലെ ഒന്ന് മൂപ്പിച്ചു കൊടുക്കണം. പിന്നെ പൊടികളൊക്കെ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ഏറ്റക്കുറച്ചിലൊക്കെ വരുത്താം. ചിലർക്ക് എരിവ് ഇഷ്ടമുള്ളവരുണ്ടാവും, അങ്ങനെയുള്ളവർക്ക് എരിവുള്ള മുളക് പൊടി ഉപയോഗിക്കാം. ഞാൻ പൊതുവേ ഇവിടെ ഞങ്ങൾക്ക് എരിവ് ആവശ്യത്തിന് മതി, അതുകൊണ്ട് കുരുമുളകിന് ഇത് നല്ല എരിവുണ്ടാവും. അതുകൊണ്ട് മാത്രമല്ല ഞാൻ എല്ലാത്തിനും കാശ്മീരി ചില്ലി പൗഡറാണ് ഉപയോഗിക്കുന്നത്. കുറേ ടൈം എടുത്ത് ഏകദേശം ഒരു 10-20 മിനിറ്റ് കൂടുതലെടുത്ത് ഈ ഒരു രീതിക്ക് വറുത്തെടുക്കാനായിട്ട് കേട്ടോ. അങ്ങനെ ഈ ഒരു പരുവം വരെ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ചിലർക്ക് നല്ല ഡാർക്കാക്കി എടുക്കുന്നതായിരിക്കും ഇഷ്ടം, അങ്ങനെയുള്ളവർ കുറച്ചുകൂടി ടൈം നിന്ന് അതിനൊന്ന് മൂപ്പിച്ചെടുത്താൽ മതി കേട്ടോ. നമുക്കിവിടെ ഇത്രയും മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് തണുപ്പിക്കാനായിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. തണുത്ത ശേഷമാണ് ഇതുപോലെ നമുക്ക് സിപ്ലോ കവറിലോ അല്ലെങ്കിൽ ഏതെങ്കിലും കണ്ടെയ്നറിലോ ആക്കിയിട്ട് നമുക്ക് ഫ്രീസറിൽ സൂക്ഷിക്കാം. ഇപ്പം ഞാൻ നമ്മളുടെ കടലയൊക്കെ ഈ സമയം നല്ലതുപോലെ തണുത്ത് വന്നിട്ടുണ്ട്. അപ്പം കടല സിപ്ലോ കവറിലേക്ക് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ. അപ്പം ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇത് ഭയങ്കര ഉപകാരമുള്ളതാണ്. അല്ലെങ്കിൽ ഇപ്പം നമ്മളൊരു കറി ഉണ്ടാക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കടല വെള്ളത്തിലിടണം, കടല വേവിച്ചെടുക്കണം. അപ്പം നല്ല തിരക്കുള്ളവരൊക്കെ ആവുമ്പോഴേക്ക് ഇതിനുള്ള നേരമൊന്നും കിട്ടത്തില്ല. ഇതിപ്പം നിങ്ങൾക്ക് പെട്ടെന്നൊരു കറി ഉണ്ടാക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ വേവിച്ച് ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് എടുത്ത് പെട്ടെന്ന് തന്നെ കറികൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ശരിക്കും അത് ഭയങ്കര ഉപകാരമാണേ. പിന്നെ ചിലർക്കെങ്കിലും തോന്നും ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ, പിന്നെ കറണ്ട് പോയാൽ എന്തെന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. ഫുൾ ടൈം കറണ്ട് പോയി കഴിഞ്ഞാൽ ഞാൻ ഇതിന് ഗ്യാരണ്ടി ഇല്ല. അതല്ലാത്തവർക്ക് ഇതൊക്കെ ഉപകാരപ്രദമാകുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാനിവിടെ ഇങ്ങനെ ചെയ്തു വെക്കാറുണ്ട്, എനിക്കിത് നല്ല ഉപകാരവുമാണ്. ഈ ഒരു രീതിയിലാണ് ഞാൻ റെഡിയാക്കി വെക്കുന്നത്. പിന്നെ നമ്മളുടെ വറുത്ത് വെച്ച തേങ്ങയും ഇവിടെ നല്ലതുപോലെ തണുത്തിട്ടുണ്ട്. അപ്പം നല്ലതുപോലെ തണുത്ത ശേഷം മാത്രമേ നമ്മൾ ഇതുപോലെ സിപ്ലോ കവറിലാക്കി വെക്കാവൂ കേട്ടോ. അതുപോലെ തന്നെ ഞാൻ ഇതിനു മുൻപ് കാണിച്ചിട്ടുണ്ട് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ റെഡിയാക്കി വെക്കുന്നത്. അപ്പോൾ അതും നല്ല യൂസ്ഫുൾ ആണ്. കുറേ പേര് പറയുന്നുണ്ട് ചെയ്യണ കണ്ടിട്ട് ഞാനത് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു 8-9 വർഷം മുൻപ് തന്നെ കാണിച്ചിട്ടുള്ളതാണ്. നമ്മുടെ ചാനൽ തുടങ്ങി ആ സമയത്തേ ഞാൻ ആ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അത് നമ്മളെ പുതിയ ആൾക്കാരും വന്ന് ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ അതും കാണിക്കാറുണ്ട്. അപ്പോൾ ഒരുപാട് പേര് അത് നല്ല യൂസ്ഫുൾ ആവുന്നു എന്ന് പറയുന്നവരും ഉണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ടിപ്സ് നമുക്ക് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ നമ്മളുടെ ജോലി ഭാരം ഒന്ന് കുറയ്ക്കാനായിട്ട് സാധിക്കും. അത് കണ്ട ഇത്രയും വറുത്തെടുത്തപ്പോൾ ആകെ നമുക്ക് ഇത്രേ കിട്ടിയിട്ടുള്ളൂ. പിന്നെ ഒരുപാട് തേങ്ങയൊക്കെ ഇപ്പം വീട്ടിലൊക്കെ ഉള്ളവർക്ക് സമയം എടുത്തിരുന്ന് ഇതുപോലെയൊക്കെ വറുത്ത് വയ്ക്കുകയാണെങ്കിൽ പലതരത്തിൽ നമുക്ക് ഇപ്പം കറികൾ ഉണ്ടാക്കാനായാലും പല രീതിക്ക് നമുക്ക് സമയം ലാഭിക്കാനായിട്ട് സാധിക്കും കേട്ടോ. ഇതുപോലെ കുറേ ടിപ്സുകൾ ഞാൻ കാണിച്ചിട്ടുണ്ടേ. നിങ്ങൾ സലു കിച്ചൻ ടിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറേ നിങ്ങൾക്ക് ഞാൻ ഇതിനു മുൻപിട്ട വീഡിയോയുടെ ക്ലിപ്പിങ്സ് ഒക്കെ കാണാനായിട്ട് സാധിക്കും. അത് വളരെ ഉപകാരപ്രദമാകും എന്ന് തന്നെയാണ് എൻ്റെ ഉറച്ച വിശ്വാസം കേട്ടോ. അപ്പം ഞാനത് ഇതിപ്പോൾ ഫ്രീസറിലേക്ക് മാറ്റാണ്. സനു കണ്ട സന ബേബിക്ക് എന്തെല്ലാം ഉണ്ടെന്ന് നോക്കിയേ. യെല്ലോ കളർ ബാഗ്, യെല്ലോ കളർ കുട, യെല്ലോ കളർ കൂളിംഗ് ഗ്ലാസ്. മഴ പെയ്യുന്നു പിടിച്ചു കൊടുക്കാൻ. ഇനി ബാഗിൻ്റെ അകത്ത് തന്നെ എന്തൊക്കെയുണ്ട് യെല്ലോ കളർ അല്ലേ മോളെ? ഓ കുഞ്ഞിന്റെ കണ്ണിൽ കൊണ്ടോ? പിടിച്ചോ പോട്ടെ. അത് വേണ്ട, തൊപ്പി ഉണ്ടെന്ന്. ഇനി വാ കുഞ്ഞ് നോക്കട്ടെ മോളെ. ഇനി വാ മോളിങ് വാ, മടുത്ത് വന്നേ.
ആ കൂളിംഗ് ഗ്ലാസ് സന ബേബി തലയിലേ വെക്കാറുള്ളൂ കേട്ടോ, കണ്ണി വെക്കാറില്ല. ഇനി മക്കളെ അതിനാണ് കുറെ നേരത്തെ തൊപ്പിക്ക് പറയണ്ട്. ഫാബി ആ തൊപ്പി നമ്മളെ അവൾക്ക് തൊപ്പി വേണമെന്ന്. ആ ഇപ്പോഴേ കറക്റ്റ് പരിഷ്കാരിയായിട്ടുള്ളൂ. കണ്ടാ കണ്ടാ കൂളിംഗ് ഗ്ലാസും തൊപ്പിയും കണ്ടോ. ബാഗിൽ എന്തൊക്കെയാണെന്നൊന്ന് നോക്കിക്കോട്ടെ മോളെ. അതാ യെല്ലോ കൊടയുണ്ട്, വാട്ടർ ബോട്ടില് നോക്കട്ടെ. ബാഗിന്റെ അകത്ത് എന്തൊക്കെയോ ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഇനി രണ്ടെണ്ണം കണ്ട് മുകളിലിരിക്കുന്നു കണ്ടോ. ഇതൊക്കെ സന ബേബിക്ക് കൊച്ചും അബ്ബായും കൊണ്ടുവന്നതല്ലേ. ഇവിടെ വന്ന് ഇരിക്കാം മമ്മ. മമ്മ ഇപ്പൊ വരും. കണ്ട സന ബേബിയുടെ ബാഗിൻ്റെ അകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കിക്കോ. കണ്ട ഒക്കെ സന ബേബിക്കുള്ളതാണ് അല്ലേ. ഇനി എന്തൊക്കെയോ ഉണ്ട് മുകളിൽ വെച്ചിരിക്കുവാണ്. യെല്ലോ കിളി അല്ലേ. ടിഫിൻ ബോക്സ് കണ്ട കഴിക്കാനുള്ളതാണെന്ന് അതൊക്കെ അറിയാം. കണ്ട സ്നാക്സ് കൊണ്ടുപോകാനുള്ളതാണ് അല്ലേ. ആ ബാഗിൽ വെച്ചു കൊടുക്കാം. ഓക്കെ. ഓ പേഴ്സിങ് തന്നെ. പേഴ്സ് ഓക്കെ ബാഗിൽ വെച്ചുതരാം. വേണ്ട. അപ്പൊ ഇതൊക്കെ റെഡിയാക്കി വെച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ശരി എന്നാ പിന്നെ ഇന്ന് ഇത് വെച്ചിട്ടുള്ള കറി ആയാലോ എന്ന് എഴുതിയിട്ട് ഞാനത് ഫ്രീസറിൽ നിന്ന് മാറ്റി. ഇതൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല, കാരണം ഇപ്പൊ നമ്മൾ വെച്ചതല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം എന്താ എനിക്ക് ആവശ്യത്തിനുള്ള, നമുക്ക് ഇന്നത്തേക്ക് ആവശ്യത്തിനുള്ള കടല ഞാൻ ഇതാ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തു. അപ്പം ഇതാണ് ഇതിന്റെ ഒരു ഉപകാരം എന്ന് പറഞ്ഞാൽ. അപ്പം ഇതും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാമല്ലോ. പെട്ടെന്ന് നമുക്ക് ഇതെടുത്ത് വെച്ച് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇതാ കടല കണ്ട. അപ്പം ഇനിയിപ്പം നമ്മൾ ഈ തേങ്ങ വറുത്ത് വെച്ചതില്ലേ, അപ്പം അതും കൂടി ഇതാ നമുക്ക് ആവശ്യത്തിനുള്ളത് ഒരു ബൗളിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് മീൻകറിയുടെ മസാലക്കൂട്ടം എന്ന് പറഞ്ഞാൽ അത് വേറെയാണല്ലോ. അപ്പം ആ ഒരു രീതിയിൽ നമുക്ക് തേങ്ങയൊക്കെ വറുത്തിട്ട് ഫ്രീസറിൽ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഉപകാരമാകും കേട്ടോ. എന്നിട്ട് ഞാൻ ഇതിപ്പം മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് അരച്ചു കൊടുക്കാണ്. അപ്പം ഈ ഒരു പണി മാത്രമേ നമുക്ക് ബാക്കി നിൽക്കുന്നുള്ളൂ കേട്ടോ. ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കറി അങ്ങ് റെഡിയാക്കി എടുക്കാനും പറ്റും. അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യം ആയതുകൊണ്ടാണ് ഞാനത് വീണ്ടും എടുത്തെടുത്ത് പറയുന്നത് കേട്ടോ. പിന്നെ ആദ്യം നമ്മൾ വെള്ളം ചേർക്കാതെ വേണം ഇത് അരച്ചെടുക്കാനുള്ളത്. ഒന്ന് കറക്കിയെടുത്ത ശേഷം പാകത്തിനുള്ള ഉപ്പ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ എപ്പോഴും അങ്ങനെയാണ് കേട്ടോ, അരപ്പിലായിരിക്കും ഉപ്പ് ചേർത്തിട്ട് റെഡിയാക്കി എടുക്കണത്. അപ്പം നമുക്ക് ആ ഉപയോഗിച്ച് ആ ഒരു കണക്കും കാര്യങ്ങളും ഒക്കെ അറിയാലോ. ഇതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കുന്നത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഒരുപാട് ലൂസ് വേണമെങ്കിൽ അതിനനുസരിച്ചുള്ള തേങ്ങയും അതുപോലെ വെള്ളവും ഒക്കെ ചേർത്ത് അരച്ചെടുത്താൽ മതി. അപ്പോൾ ദാ നമ്മളുടെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇനിയിപ്പം ഞാനൊരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മൾ ഈ കടലക്കറിയൊക്കെ ഉണ്ടാക്കുമ്പോഴേക്കും നല്ല വെളിച്ചെണ്ണയിലേക്ക് ഉണ്ടാക്കുമ്പോൾ നല്ല മണവും നല്ല രുചിയൊക്കെയാണ്. എന്നിട്ട് ഇപ്പം കടുകിട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് വറ്റൽ മുളക് ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ചധികം കറിവേപ്പില ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടി ഇതിലേക്ക് ഒഴിച്ച ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പം വെള്ളം എത്രയാണോ നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാലോ, അതിൻ്റെ കണക്കിന് അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ ചിലർക്ക് കുറച്ച് കുറുകിയായിരിക്കുന്നതായിരിക്കും ഇഷ്ടം. അപ്പം വെള്ളത്തിൻ്റെ അളവൊന്ന് കുറച്ച് കൊടുത്താൽ മതി. അപ്പം ഞാൻ ഉപ്പ് നോക്കിയപ്പോഴേക്കും ഉപ്പ് ചെറുതായിട്ട് കുറവ് തോന്നിയോണ്ട് കുറച്ച് ഉപ്പും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി വേറെ ഒന്നുമില്ല കേട്ടോ, നമ്മൾ ഈ വേവിച്ച് വെച്ചിരിക്കുന്ന കടലയുണ്ടല്ലോ അത് ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണത്. ഇപ്പം പിന്നെ ഈ കടലക്കറി കുറുകാൻ മറ്റൊരു ടിപ്പും കൂടിയുണ്ട്. ഇപ്പം നമ്മൾ ഈ വേവിച്ച് വെച്ചിരിക്കുന്നതിൽ നിന്ന് കുറച്ച് കടല എടുത്ത് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് ഇതിലേക്ക് ചേർക്കുവാണെങ്കിൽ ആ കടലക്കറിക്ക് ഒന്നും കൂടി ഒരു കുറുക്കം കിട്ടും കേട്ടോ. ഇന്നിപ്പം ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. ഈ പല രീതിക്കുള്ള വീഡിയോസൊക്കെ ഞാൻ ഇതിനു മുൻപ് പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. നിങ്ങൾ സലു കിച്ചൻ കടലക്കറി അങ്ങനെയൊക്കെ പറഞ്ഞ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ.
അപ്പം ദാ ഇവിടെ തിള വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിനിടയിൽ പുട്ടിന് നനച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പുട്ടും കടലക്കറിയും നല്ലൊരു കോമ്പിനേഷൻ അല്ലേ. അങ്ങനെ ഇപ്പോൾ പുട്ടിനും ആവി കയറ്റാനായിട്ട് വെച്ചു. പുട്ടും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. പുട്ടിൻ്റെ കൂടെ നിങ്ങൾക്ക് കഴിക്കാൻ ഇഷ്ടം എന്താണ്? ശരിക്കും നല്ലൊരു കോമ്പിനേഷൻ അല്ലേ ഈ ഒരു കടലക്കറി എന്ന് പറയുന്നത്. അവൻ നമ്മുടെ അടുത്ത് എന്റെ അടുത്ത് പറഞ്ഞേ സനയുടെ സാധനം വരുന്നുണ്ട്, വെളിയിൽ ഇറങ്ങി നിക്കാനേ. കൊള്ളല്ല, അവൻ അന്തപ്പെട്ടു പോയി. സർപ്രൈസ് വിസിറ്റ്. കയറിയോ സൽമാൻ? അവള് പ്രതീക്ഷിക്കുന്നില്ലല്ല. അപ്പൊ റിച്ചുമോനാ? അവൻ അറിഞ്ഞോ നീ വരുന്നത്? എന്റെ അടുത്ത് പറഞ്ഞേ സനയുടെ ഒരു സാധനം വരുന്നുണ്ട്, ഉമ്മ വെളിയിൽ നിന്ന് തന്നെ ക്യാമറ എടുക്കാന്ന് പറഞ്ഞു കേട്ടാ. നിന്നപ്പോ ഇതാ വരുന്നത്. അപ്പൊ ഞാൻ ഓട്ടോ ഇല്ല സാധനം കൊണ്ടുവരുന്നത്. എന്നാലും എന്റെ പൊന്നു മോനെ നീ ആള് മോശമില്ലല്ലോ. കണ്ട അവൾക്ക് ഷോക്കായിരിക്കാണ്. ദദ്ദയുടെ പെട്ടിക്കകത്ത് എന്തുണ്ടെന്ന് നോക്കാം നമുക്ക്. സർപ്രൈസ് ആയിട്ട് വന്ന ദദ്ദ എന്ത് കൊണ്ടുവന്നെന്ന് അറിയില്ലല്ലോ അല്ലേ. നന്ന എവിടെ മോളെ? നന്ന പാവൻ, നന്ന അവിടെ ഒറ്റയ്ക്കായില്ല. സീസണിന്റെ ഏറ്റവും അവസാനത്തെ ലിച്ചിയ, അതുകൊണ്ട് അന്നത്തെ അത്രയും കിട്ടൂല. പക്ഷെ ഞാൻ വാങ്ങിച്ച അടുത്ത ദിവസം പോലും കിട്ടൂലെന്ന് പറഞ്ഞു. ആ ലാസ്റ്റ് ഡേ അത് ഞാൻ ഇന്നലെ പോയി വാങ്ങിയത്. നീ അപ്പൂസിക്ക കണ്ടില്ലേ? അപ്പൂസ്കാരത്ത് പറഞ്ഞായിരുന്നു. സനമോള് ആകെ ഷോക്കായി നിക്കാണ്. കളറുള്ള ഡ്രസ്സ് എടുത്ത് കൊച്ചാദ്യമായിട്ട്. അയ്യോ വെള്ളം മാറി ഇപ്പൊ കറുപ്പായ. ഇതിനെക്കാളും ഭേദം വെള്ളയാ. പാർട്ടിയൊക്കെ പോണെങ്കി സനമോള് പാർട്ടിക്ക് പോവാനെന്ന് വാങ്ങിച്ചോ വാങ്ങിച്ചോ. രണ്ടേ എണ്ണ വാങ്ങിട്ട് മോളെ. താങ്ക് യു എന്ന് പറ. എനിക്കാണോ തരണം? ഇവിടെ ഇരിക്കാൻ. ഓഹോ ബർത്ത്ഡേ. ഇങ്ങോട്ട് വന്നേ. അടിപൊളി. സുൽത്താന്റെ ബർത്ത്ഡേ ഗിഫ്റ്റ്. ആ മോളെ അതുപോലെ ഒരെണ്ണം അല്ലേ മുൻപ് ഞാനൊരെണ്ണം വാങ്ങി തന്നതൂ? അതുപോലത്തെ ഇതുപോലത്തെ അതിന്റെ കഴുത്ത് അങ്ങനെ വരണം. അതാ മോഡൽ. കെട്ടി വെട്ടിക്കൊണ്ടാണോ അതോ കെട്ടിയിട്ടുണ്ട്? ഉമ്മ തിന്ന് നോക്കിട്ട് പറയാം മോളെ. കുരുണ്ട്. വാപ്പ വരും വാപ്പ വരും. അത് തന്നെ വേണോ? അത് തന്നെ ഇത് തോട് പൊടിച്ചതോ തോട് കൊള്ളത്?
അപ്പൊ തന്നെ എന്ത് പറ്റിയിടേ പെട്ടെന്ന് സർപ്രൈസ്? എത്ര ദിവസം കാണും? എനിക്ക് അവനെ കൊണ്ട് കുറച്ച് ജോലിയുണ്ട്. ജോലിയുണ്ടേ. സുൽത്താൻ എപ്പോഴും പറയുന്നതാണ് കേട്ടാ, വീട്ടിൽ വന്നു കഴിഞ്ഞാൽ വാപ്പ ജോലിയുണ്ടെന്ന് പറഞ്ഞ് അവനെ അങ്ങനെ. ജോലി മീൻസ് എന്തുവാണ്? ഇങ്ങനെ ഈ കമ്പ്യൂട്ടറിലുള്ള പണികളാണ്. പക്ഷെ സുൽത്താന് അങ്ങനെ ഇഷ്ടമില്ല. സുൽത്താന് ഫ്രീ ആയിട്ട് നടക്കണം അല്ലേ സുൽ? ഇന്നലെ സിനിമയെ കാണിച്ച് അവനെ കൊണ്ടുവന്നിട്ട് മെനിഞ്ഞാന്ന് റിസ്വാനയും കൊണ്ടുപോയി പുറത്ത് പോയി കറക്കി അവന് ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുത്തു. അപ്പൊ ഞാൻ വിചാരിച്ചേ എന്ത് പറ്റി സുലു? ഇന്നലെയായിരുന്നു ശരിക്കും സിനിമയ്ക്ക് പോയിരുന്നത്. പിന്നെന്തോ ടിക്കറ്റ് ഇന്നത്തേക്ക് ആക്കി സിനിമ ഒരു ദിവസം ബാക്കിലോട്ട് പോയി. സിനിമയെ കാണിച്ച് കൊണ്ടുവന്നു. കുറച്ചിങ്ങനെ ഒരു അളിഞ്ഞതുപോലത്തെ ഒരു ടേസ്റ്റ് വന്നു സുലു. കെട്ടി വെച്ചുകൊണ്ടാണ്. ഓ സന ബേബിക്ക് ദദ്ദ വന്നല്ലോ. നമ്മുടെ സുലു പറഞ്ഞിട്ട് വന്നിരുന്നെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുത്തേനെന്ന്. ഇതിപ്പോ നമ്മള് രാവിലെ പുട്ടും കടലക്കറിയായിരുന്നു. അതാണ് നമ്മുടെ സുലു കഴിക്കണം. എന്തായാലും അവന് പുട്ടും കടലയും തിന്നാളെ യോഗ ഉണ്ടായിരുന്നുള്ളൂ. പറയാതെ വന്നു കഴിഞ്ഞാൽ പിന്നെ പുട്ടും കടലയും അല്ലാതെ ഞാൻ അവനിപ്പോ അറിയിച്ചിട്ടാണ് വന്നിരുന്നെങ്കിൽ നമ്മളെ മോൻ വരുന്നല്ലേ അപ്പൊ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കി വെച്ചേ. എനിക്ക് ഒരു കാര്യത്തിൽ എനിക്ക് വെറുപ്പിന്റെ ദേഷ്യമുണ്ട്. കാര്യം വെച്ചാൽ നമ്മൾ ഈ പിള്ളേരൊക്കെ യാത്ര ചെയ്യുമ്പോൾ പറയണം. അതിന്റെ അത് സർപ്രൈസിന്റെ കാര്യമൊന്നും ഇല്ല. അപ്പൂസിനും അറിയാമായിരുന്നു. അവർക്ക് അറിഞ്ഞിട്ട് കാര്യമില്ല. നമ്മളിപ്പം മാതാപിതാക്കൾ അറിയണ്ടേ യാത്ര ചെയ്യുമ്പോൾ? നമ്മളിപ്പം ഇതൊക്കെ അറിയാതെ നമ്മളിരിക്കും. അതൊന്നും ശരിയല്ല. ഈ പുതിയ തലമുറയുടെ ഈ കാഴ്ചപ്പാടിനോട് ഞാൻ യോജിക്കുന്നില്ല. നീ യോജിക്കുന്നുണ്ടോ? ഞാൻ യോജിക്കുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം എന്ന് പറയണേ. ഇത് എല്ലാ വീട്ടിലും ഒരു കുട്ടികളെങ്കിലും ദൂരെ എവിടെയെങ്കിലും വർക്ക് ചെയ്യുന്നവരുണ്ടാവും. അപ്പൊ അവരൊക്കെ യാത്ര ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും മാതാപിതാക്കളെ വിളിച്ച് പറഞ്ഞിട്ട് വേണം യാത്ര ചെയ്യാൻ വേണ്ടി. അതിനോട് നിങ്ങൾ യോജിക്കുന്നവർ കുട്ടികളൊക്കെ ചിലപ്പോൾ യോജിക്കുമായിരിക്കും. എന്തായാലും നിങ്ങൾ കമന്റ് ചെയ്യണേ.